ഏകദേശം 58 വയസ്സാകുമ്പോൾ ഒരു 39 കൊല്ലമുള്ള എൻ്റെ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു റബ്ബും ഒരു സൃഷ്ടിയുമാണ്. ആ അവർ രണ്ടാൾക്കും ഒരു പേരുണ്ട്. എന്താ പേര്? നൂറ് എന്ന പേര്. അള്ളാഹുവിൻ്റെ പേരും നൂറ്, സൃഷ്ടിക്ക് അള്ളാഹു നൽകിയ പേരും നൂറ്. അള്ളാഹു ഖാലിഖ്, സൃഷ്ടി ഖൽഖ്. അള്ളാഹു നൂറ്, സൃഷ്ടി നൂറ്. നൂറല്ലാത്തതിന് അള്ളാഹു പടച്ചിട്ടില്ലേ? പടച്ചിട്ടുണ്ട്, പക്ഷെ അത് കോപത്തിൽ പടച്ചതാണ്. അതിന്മേലെല്ലാം അള്ളാഹുവിൻ്റെ കോപം ബന്ധിച്ചിട്ടുണ്ട്. അള്ളാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പം ഇബ്ലീസ് അതാണ് സൃഷ്ടിയല്ലേ? സൃഷ്ടിയാണ്, പക്ഷെ കോപം ബന്ധപ്പെട്ട സൃഷ്ടിയാണ്. അതുകൊണ്ട് ആ സൃഷ്ടിക്ക് അടിസ്ഥാനം ഇരുട്ടാണ്. ഇരുട്ടാണെന്ന് പഠിച്ചല്ലേ? അതെ. പ്രകാശം അള്ളാഹു പഠിച്ചല്ലേ? അതെ. പക്ഷെ പ്രകാശം ഇരുട്ടെന്ന് വല്ല വ്യത്യാസം എന്താ? പ്രകാശത്തെ ചോദിക്കും. اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا وعن يميني نورا وعن شمالي نورا وعن أمامي نورا وعن خلفي نورا ومن فوقي نورا ومن تحتي نورا واجعل لي نورا واجعلني نورا. തഹജ്ജുദ് എണീറ്റാൽ ആദ്യം ചെല്ലേണ്ട ദുആ ഇതാണ്. അറിയില്ലേ? എന്നാ ഒന്നിൻ്റെ കൂടെ ചൊല്ലി. اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا وعن يميني نورا وعن شمالي نورا وعن أمامي نورا وعن خلفي نورا ومن فوقي نورا ومن تحتي نورا واجعل لي نورا واجعلني نورا. അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ നീ പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ ചെവിയിൽ പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ ദർശനപുടത്തിൽ എൻ്റെ കണ്ണിൽ പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ നാവിൽ പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ വലഭാഗത്ത് പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ ഇടഭാഗത്ത് പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ മുൻഭാഗത്ത് പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ പിൻഭാഗത്ത് പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ മുകൾ ഭാഗത്ത് പ്രകാശം വെച്ച് തരണം, പിന്നെ എൻ്റെ താഴ്ഭാഗത്തും പ്രകാശം വെച്ച് തരണം. പിന്നെ പറയുന്നിടത്ത് ഒരു കേറ്റാണ്. ഇനി ഇതുവരെ സാധാരണ വർത്താന ഇനി മാറും. ഇത് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وعن يميني نورا وعن شمالي نورا وعن أمامي نورا وعن خلفي نورا ومن فوقي نورا ومن تحتي نورا. ഇത് സാധാരണ വർത്തന. ഇനി കയറി പിന്നെ പറയുന്നത് വജ്അൽ ലീ, ലാമ് യാ മുതകല്ലിമിൻ്റെ യാ, വജ്അൽ ലീ നൂറ, എനിക്ക് നീ ഒരു പ്രത്യേക പ്രകാശം തരണം. പിന്നെ പറയുന്നത് വജ്അൽനീ നൂറ, എന്നെ തന്നെ നീ പ്രകാശമാക്കി തരണം. വലിയ വർത്താനം. ഇതുവരെ കണ്ണിൽ ചെവിയിലും മൂക്കിലൊക്കെ മതിയായിരുന്നു. ഇപ്പം പറയുന്നത് വജ്അൽലീ നൂറ, അത് ലാമ് മുതകല്ലിമിൻ്റെ യാ, വജ്അൽലീ നൂറ, എനിക്ക് നീ ഒരു പ്രത്യേക പ്രകാശം തരണം. പിന്നെ പറയുന്നത് വജ്അൽനീ നൂറ, എന്നെ തന്നെ നീ പറയ് പ്രകാശമാക്കി തരണം. ഇതുവരെ എൻ്റെ കൽബിലും ചെവിയിലും കണ്ണിലൊക്കെ മതിയായിരുന്നു. ലാസ്റ്റ് പറയുന്നത് എന്നെ തന്നെ എന്താക്കണം. അപ്പോൾ പ്രകാശബിന്ദു അല്ലാത്ത ഒന്നും എന്നിൽ ഉണ്ടാകരുത്, ഇരുട്ടുണ്ടാകുക ചെയ്യരുത്. അപ്പം നമ്മൾ ആവാൻ ലാസ്റ്റാ പറഞ്ഞ് ലാസ്റ്റാ. ഇതൊക്കെ ഇവിടെയൊക്കെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ വിളിച്ചാകൽ എളുപ്പാ. കൂടെ اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا
وعن يميني نورا وعن شمالي نورا وعن أمامي نورا وعن خلفي نورا ومن فوقي نورا ومن تحتي نورا واجعل لي എനിക്ക് നീ ഒരു പ്രത്യേക പ്രകാശം തരണം. واجعل لي نورا. അവിടെ പിന്നെ ആ ദുആ തീർന്നു. ഞാൻ അതിൻ്റെ മേലെ പറയല്ല. واجعل لي എന്ന് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വേടേ ഉള്ളൂ. واجعلني نورا. എന്നെ തന്നെ നീ പ്രകാശമാക്കി തരണം. അപ്പൊ ലാസ്റ്റ് നമ്മൾ ആവാൻ കൊതിക്കുന്നതാണ് എന്ത്? പ്രകാശം. അത് അള്ളാഹുവിൻ്റെയും പേരാണ്, റസൂലിൻ്റെയും പേരാണ്. അള്ളാഹ്ക്കും ആ പേരുണ്ട്, റസൂലിനും ആ പേരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് തളർന്നു. ഇതിൻ്റെ പുറത്ത് കൂടി വർത്താനം പറയാനൊക്കെ കഴിയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരു കുത്തുബാകണം, ഒരു ഹോസാകണം. എന്താണത്? അള്ളാഹ്ക്കും നബിക്കും എങ്ങനെ ഒറ്റ പേരുണ്ടാവുക? അതിന് പണിയാ. എന്നാ പണിയില്ല, എന്നാ പണിയാണ്, എന്നാ പണിയോട്ടില്ലേനും, എന്നാ പണി കൊണ്ടോട്ട് നടക്കൂല. കസ്ബിയായ ഇൽമും വഹബിയായ ഇൽമുണ്ട്. അധ്വാനിച്ച് കിട്ടുന്ന ഇൽമുണ്ട്. PSC ടെസ്റ്റ് എഴുതി പാസ്സാക്കുക, അത് കസ്ബിയായ ഇൽമ. മൊയ്തീൻ ശൈഖിൻ്റെ ഇൽമ കസ്ബിയല്ല, വഹബിയ. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. وعلمناه من لدنا علما. നാം ആ അടിമക്ക് ഇൽമുൽ ലദുന്നി കൊടുത്തു. മിൻ ഗൈരി വാസ്തത്തി ഉസ്താദിൻ വ മുഅല്ലിമിൻ. പഠിപ്പിക്കാൻ ആരുമില്ല. ആര് പഠിപ്പിച്ചു? ഞാനണ്ടിട്ട് കൊടുത്തു. പഠിപ്പിച്ചു എന്ന് പറയാനും ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അള്ളാഹ് പഠിപ്പിച്ചു, അതും എനിക്കറിയില്ല. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ. ഞാനവിടെ കൊടുത്തു, എൻ്റെ ഭാഗത്തു നിന്നാണ് കൊടുത്തു. അപ്പോൾ ഇത് അള്ളാഹു റസൂലിന് എങ്ങനെ ഒരു പ്രകാശമായി? ഖദ് ജാഅകും മിനല്ലാഹി നൂർ. قد جاءكم من الله نور وكتاب مبين. آل عمران. قد جاءكم يهود നസറാക്കളെ, നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. മുത്തുനബിയോട് തർക്കിക്കാൻ വേണ്ടി നജ്റാനിലെ പാത്രിയാർക്കുകൾ മദീന പള്ളിയിൽ വന്നപ്പോൾ ഇറങ്ങിയ ആയത്താണിത്. വലിയ ക്രിസ്തീയ മേലധ്യക്ഷന്മാർ മുത്തുനബിയോട് തർക്കിക്കാൻ വേണ്ടി വന്നു മദീന പള്ളിയിലേക്ക്. അപ്പോഴാണ് സൂറത്ത് ആലി ഇമ്രാനിലെ 70ഓളം ആയത്തിറങ്ങിയത്. അതിൽപ്പെട്ട ആയത്താണിത്. قد جاءكم من الله نور وكتاب مبين. قد جاءكم من الله نور. നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് ഒരു പ്രകാശം വന്നിട്ടുണ്ട്. വകിതാബുൻ മുബീൻ, ഒരു വ്യക്തമായ വേദഗ്രന്ഥവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള മുഹറഫത്തായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇതുമ കൂടിക്കോളി. ഏതാണ് ആ കാര്യം? അതൊക്കെ നൂറുഹു മുഹമ്മദുൻ ഓ കിതാബുഹു ഫുർഖാനുൽ അദീം. എല്ലാ മുഫസ്സിറുകളും അങ്ങനെ പറഞ്ഞേ. കിതാബിനേക്കാൾ മുന്തിച്ചു നൂറിനെ. കിതാബ് ഖൽഖല്ല, നൂറ് ഖൽഖാണ്. എന്നാലും ഖൽഖല്ലാത്തതിനേക്കാൾ മുന്തിച്ചു. ആരാ ഖൽഖല്ലാത്തത്? അല്ലാഹുവിന്റെ കലാം. ഈ കലാം റബ്ബിന്റെ കലാമിനേക്കാൾ മുന്തിച്ചു. ആരെ? സൃഷ്ടി ആരാ? നൂറ്. അവിടെ പറഞ്ഞാൽ നൂറ് സൃഷ്ടിയായ മുഹമ്മദ് മുസ്തഫയാണ്. പണിയാണ്. ഞാനിത് ഏറ്റെടുത്ത് പിന്നെ പൈസ ഉസ്താദിനോട് പലവട്ടം വിളിച്ച് പറയാൻ തോന്നി. എനിക്ക് മനുഷ്യന്മാർക്ക് പറഞ്ഞാലൊന്നും അന്തം കിട്ടൂല. അതുകൊണ്ട് ഞാൻ അതിനില്ല.
എന്ന് പറയാൻ തോന്നിയതാണ്. പക്ഷെ പിന്നെ മനുഷ്യന്മാരോട് എങ്ങനെ പിന്നെ രണ്ടാമതൊരു വാക്ക് പറയാം? പറഞ്ഞാൽ കുറേ ദൈവത്തിനെ പറ്റി പറയും. അത് കുഴപ്പമുണ്ടായിട്ടില്ല. മൂപ്പര് അല്ലെങ്കിലും പണ്ടേറ്റ വരൂല എന്ന് അതിൻ്റെ മടിയോണ്ട് പറയാതിരുന്നതാണ്. ഞാൻ വലിയ ആളാകല്ല, പക്ഷെ എന്നാലും ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മനസ്സിലാവില്ല. ഇവിടെ പറഞ്ഞ കാര്യം, ഇവിടെ നൂറാര മുഹമ്മദ് മുസ്തഫ. കിതാബിനേക്കാൾ മുന്തിച്ചു. കിതാബ് എന്താ? അള്ളാഹുവിൻ്റെ കലാമാണ്. കലാമ് സൃഷ്ടിയല്ല. ആയാതു ഹഖ്ഖിൻ മിന റഹ്മാനി മുഹ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി ലം യഖ്തരിൻ ബിസമാനിൻ വഹിയ യുഖ്ബിറുനാ അനിൽ മഅദി വഅൻ അദിൻ വഅൻ ഇറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഖദ് ജാഅകും മിനല്ലാഹി കിതാബുൻ വനൂർ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹിൻ്റെ കലാമിനെ മുന്തിച്ചിട്ട് സൃഷ്ടിയെ പിന്തിച്ചു എന്നറിയാം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ നൂറുഹു മുഹമ്മദുൻ. നിങ്ങളെ മുന്നിൽ രണ്ടെണ്ണം ഉണ്ട് ക്രിസ്തീയ നേതാക്കളെ, അയിമ കൂടിക്കോളി. ഒന്ന് എൻ്റെ നൂറുണ്ട്, അത് മുഹമ്മദാണ്. നിങ്ങളും ഞാനും നട്ടപ്പാതിരൊക്കെ തഹജ്ജുദിനെ എണീറ്റിട്ട് ആവാൻ കൊതിക്കുന്ന ഇതിനെ അള്ളാഹ് ആക്കി കൊടുത്തതാണ് അത്. അതിനിഞ്ഞ് ദ്വാരക്കേണ്ട ആവശ്യമില്ല. പിന്നെന്തിനാ ദ്വാർന്നു? അതൊരു തെശരിയാണ്, അതൊരു തളർവാണ്, അതൊരു വിനയാണ്, അത് നൂറാണ്. എന്നാലും ദ്വാർന്നിട്ടില്ലേ നൂറാകാൻ? അതെ, അതൊരു തെശരിയാണ്. അത് ദ്വാർന്ന് കാണിച്ചു എന്നാലല്ലേ പറയും നമ്മൾ ദ്വാർക്കുള്ളൂ. അതുകൊണ്ടാണ് നൂറാക്കണേന്ന് അത് ദ്വാർന്നത്. അത് മിൻ അവ്വലി അംരിഹി നൂറുൻ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله.